अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। ॐ नमो भगवते वासुदेवाय। അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ സ്ഥാപകാചാര്യനായ ദിവ്യപൂജ്യ ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദരുടെ പ്രിയ ശിഷ്യനായ പൂർണ്ണപ്രജ്ഞദാസ് ശ്രീ വാൽമീകിയാൽ വിരചിതമായ രാമായണം കഥാരൂപേണ അവതരിപ്പിക്കുന്നു. രാമായണ പാരായണം ഒന്നാം ദിവസം. ബാലകാണ്ഡം. വാൽമീകി രാമായണം രചിക്കുവാനായുള്ള പ്രചോദന ഹേതുവും ദശരഥ മഹാരാജാവിൻ്റെ പുത്രകാമേഷ്ടിയാഗവും. ഒരു ദിവസം ദേവർഷിയായ നാരദമുനി വാൽമീകിയുടെ ആശ്രമത്തിൽ ആഗതനായി. തൻ്റെ ശിഷ്യഗണങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന വാൽമീകി ശുശ്രുതനായ അതിഥിയെ കണ്ട മാത്രയിൽ വിനയാൻവിതനായി എഴുന്നേറ്റ് നിന്നു. അതിഥി പൂജകളെല്ലാം ചെയ്ത് അദ്ദേഹത്തെ പീഠത്തിൽ ആസനസ്ഥനാക്കിയ ശേഷം മറ്റു മുനിജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ കഴുകി വെടിപ്പാക്കി കാഴ്ചദ്രവ്യങ്ങളും സമർപ്പിച്ച് ആദരിച്ചു. കുശലാന്വേഷണങ്ങൾ പരസ്പരം കൈമാറിയതിൽ പിന്നെ വാൽമീകി ഒരു ചോദ്യം ഉന്നയിച്ചു. ക്രാന്തദർശികളിലേറ്റം സമുന്നതനായ മഹർഷി, ഈ ഭൂമിയിൽ ഇന്നുള്ള മഹാജനങ്ങളിൽ അഗ്രഗണ്യനാരാണെന്ന് അരുളി ചെയ്താലും പാണ്ഡിത്യത്തിലും ആജ്ഞാശക്തിയിലും ശരീരകാന്തിയിലും മുൻപൻ, ഏറ്റവും ശ്രേഷ്ഠൻ, സത്യസന്ധൻ, ഉപകാരസ്മരണയുള്ളവൻ, അതിസമർത്ഥൻ, സ്വഭാവഗുണം തികഞ്ഞവൻ, എല്ലാ ജീവജാലങ്ങളുടെയും പരിപാലനത്തിൽ അതിശ്രദ്ധാലുവായവൻ, സ്വയം കോപത്തിനും ദുഷ്ചിന്തകൾക്കും അടിമയാകാത്തവനെങ്കിലും ദേവകൾ പോലും ഭയപ്പെടുന്നവൻ, മൂന്നു ലോകങ്ങളിലും ജീവിക്കുന്ന സർവഭൂതജാലങ്ങളെയും സംരക്ഷിക്കുവാൻ വേണ്ട ശക്തിയുള്ളവൻ, ഐശ്വര്യദേവതയായ ലക്ഷ്മിയാൽ ഏറ്റവും അനുഗ്രഹീതനായവൻ, എല്ലാ തേജസ്സിൻ്റെയും ഉറവിടമായവൻ. മറുപടിയായി നാരദമുനി ഇപ്രകാരം ഓതി: മഹർഷി, രാമൻ എന്നൊരു രാജാവ് ഇക്ഷ്വാകു വംശത്തിൽ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായി ജന്മം കൊണ്ടിരിക്കുന്നു. അദ്ദേഹം സകലവിധ സദ്ഗുണങ്ങളുടെയും മൂർത്തിമത് ഭാവമാണ്. തേജസ്വിയും അസാമാന്യ ബലവാനുമായ രാമന്റെ ബാഹുക്കൾ ശക്തവും കാൽമുട്ടുകൾ വരെ നീണ്ടുകിടക്കുന്നവയുമാണ്. അദ്ദേഹത്തിന്റെ ഗളം 3 വരകളാൽ അലങ്കൃതമായ ശംഖുപോലെയത്രേ. വിരിഞ്ഞ മാറിടവും ഭുജങ്ങളും വടിവൊത്ത ശിരസും
വിടർന്ന നയനങ്ങളും ഉള്ള രാമന്റെ വർണ്ണം ഹരിതാപ കലർന്ന് പ്രശോഭിക്കുന്നു. ലക്ഷണമൊത്ത കാലുകളും അളവൊത്ത ഉയരവുമുള്ള രാമന്റെ ബുദ്ധിയാകട്ടെ അളവറ്റതും. ഗാംഭീര്യം തുളുമ്പുന്ന മുഖഭാവവും അത്യന്തം ആഴമുള്ള വാചാലമായ സംസാര പാടവവും തികഞ്ഞവനാണ് രാമൻ. ഏതുവിധ ആയുധവും അനായാസേന കൈകാര്യം ചെയ്യുവാനുള്ള സാമർത്ഥ്യത്തോടൊപ്പം പരിപൂർണ വേദജ്ഞാനവും കരസ്ഥമാക്കിയിരിക്കുന്നു രാമൻ. മതാധിഷ്ഠിതമായ തത്വങ്ങളെ അതിനിഷ്ഠയോടെ പിന്തുടരുന്ന രാമൻ വർണ്ണാശ്രമ വിധികളുടെയും സംരക്ഷകനാണ്. ഒരേ സമയം ശത്രു സംഹാരിയും ആശ്രിതവത്സലനുമാണ്. അങ്ങേയറ്റം അടിയുറച്ച ഇച്ഛാശക്തിയും ഓർമ്മശക്തിയും സ്വായത്തമാക്കിയ ഒരു മഹൽ പ്രതിഭയായ രാമൻ സമുദ്രം പോലെ വിശാലമായ ബുദ്ധിയും ദയയും ഗാംഭീര്യവും ഉൾക്കൊണ്ടവനാണ്. യുദ്ധവീരനും സർവരുടെയും സ്നേഹഭാജനവും ശത്രുമിത്രങ്ങളെ സമഭാവേന കാണുന്നവനുമെത്രേ രാമൻ. സഹനശക്തിയിൽ രാമൻ ഹിമവാനാകുന്നു. ധീരതയിൽ വിഷ്ണുവും സൗന്ദര്യത്തിൽ പൂർണ്ണചന്ദ്രനും ക്ഷമാശീലത്തിൽ ഭൂമിയുമെത്രേ. എന്നാൽ അവന്റെ കോപമാകട്ടെ പ്രപഞ്ച സംഹാരത്തിനായി ജ്വലിക്കുന്ന അഗ്നിക്ക് സമം അത്യുഗ്രമാകുന്നു. സർവോപരി ഈ പ്രപഞ്ചത്തിന്റെ മൂലാധാരം തന്നെ വിഷ്ണുവിന്റെ സ്വാംശവും അതുകൊണ്ട് തന്നെ വിഷ്ണു തുല്യനുമായ രാമനത്രേ. അനന്തരം നാരദമുനി വാൽമീകിയെ രാമചരിതം വിസ്തരിച്ച് കേൾപ്പിക്കുകയും മഹാനായ ശ്രീരാമചന്ദ്രൻ തത്സമയം തന്റെ പ്രജകളെ അങ്ങേയറ്റം ശ്ലാഘനീയമായ രീതിയിൽ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു. നാരദൻ തുടർന്ന് അറിയിച്ചു, രാമന്റെ ഭരണത്തിൻ കീഴിൽ ആ സാമ്രാജ്യത്തിലെ ഒരു പ്രജയും ശാരീരികമോ മാനസികമോ ആയ ഒരു രോഗവും അനുഭവിക്കുന്നില്ല. സമ്പൽ സമൃദ്ധിയും ആനന്ദവും കൊണ്ട് അനുഗ്രഹീതരായ അവർക്ക് മോഷ്ടാക്കളെയോ ദാരിദ്ര്യത്തെയോ വിശപ്പിനെയോ തെല്ലും ഭയമില്ല. നഗരങ്ങളും ഗ്രാമങ്ങളും നവധാന്യങ്ങൾ, ഫലവർഗങ്ങൾ, കായ്കറികൾ, ക്ഷീരോൽപ്പന്നങ്ങൾ എന്നിവയാൽ സമൃദ്ധമായിരിക്കുന്നു. അതേസമയം സത്യയുഗത്തിൽ അനുഭവിച്ചിരുന്ന അതേ ദൈവഭക്തിയും സന്തുഷ്ടിയും അവരിപ്പോഴും അനുഭവിക്കുന്നു. പ്രകൃതിക്ഷോഭങ്ങളോ ക്ഷാമമോ വരൾച്ചയോ എങ്ങും തന്നെ കേൾക്കാനില്ല. എല്ലാ സ്ത്രീകളും സുചരിതകളായതിനാൽ ആർക്കും വൈധവ്യം അനുഭവിക്കേണ്ടി വരുന്നില്ല. ശ്രീരാമചന്ദ്രൻ വൈകുണ്ഠപ്രാപ്തി അടയുന്നതിനു മുൻപ് 11,000 വർഷങ്ങൾ ഭൂമി പരിപാലനം തുടരുന്നതാണ്. തന്റെ യാത്ര തുടരുന്നതിനായി നാരദ മഹർഷി ആശ്രമത്തിൽ നിന്ന് വിടവാങ്ങിയപ്പോൾ വാൽമീകി തന്റെ ശിഷ്യൻ ഭരദ്വാജനോടൊപ്പം തമസാ നദിക്കരയിലേക്ക് നടന്നു. നാരദമുനിയുടെ വചനങ്ങളെ മനനം ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം. പക്ഷേ ധ്യാനനിരതനാകുന്നതിന് പകരം അദ്ദേഹം മറ്റൊരു കാഴ്ചയിൽ അത്യധികം ആകൃഷ്ടനായി നോക്കി നിന്നു. 2 ക്രൗഞ്ചപക്ഷികൾ ഇണചേർന്ന് മധുരഗാനം പൊഴിക്കുന്ന കാഴ്ച. പൊടുന്നനെ കാട്ടാള വംശജാതനായ ഒരു വേടൻ പ്രത്യക്ഷപ്പെടുകയും കാരുണ്യലേശമെന്യേ ആൺപക്ഷിയെ ഉന്നം വെച്ച് അമ്പെയ്യുകയും ചെയ്തു.
ശരം കുത്തിപ്പിളർന്ന ശരീരവുമായി നിലത്തു വീണ ആൺപക്ഷി വേദനയാൽ പിടഞ്ഞു. തന്റെ പ്രിയൻ മരണവേദന അനുഭവിച്ച് പിടയുന്നതും രക്തം ചിന്തുന്നതും കണ്ട പെൺപക്ഷിയാകട്ടെ ഇന്ദ്രിയ സുഖങ്ങളുടെ ഔന്നത്യത്തിൽ നിന്ന് നിരാശയുടെ അഗാധ തലങ്ങളിലേക്ക് പതിച്ചു. അത്യന്തം ദയനീയമായിരുന്നു ആ പക്ഷിയുടെ വിലാപം. ഇവയെല്ലാം കണ്ടുനിന്ന വാൽമീകിയുടെ ഹൃദയം യാതനാപൂർണമായി. ആ ദുഷ്ടനായ കാട്ടാളൻ എന്തൊരു മഹാപാപമാണ് ചെയ്തതെന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ രോഷാഗ്നി ആളിക്കത്തി. വാൽമീകി വേടനെ ശപിച്ചു. പക്ഷികളുടെ ഘാതകനായ വേട, നീ ഒരിക്കലും മനസ്സുഖം എന്തെന്നറിയുകയില്ല. സ്വന്തം ഇണയെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു നിഷ്കളങ്കനായ പക്ഷിയെ നിഷ്കരുണം കൊലപ്പെടുത്തിയതിനുള്ള ശിക്ഷയാണിത്. പക്ഷേ ഈ ശാപം ഉച്ചരിച്ചതും വാൽമീകി ആത്മനിന്ദയ്ക്ക് പാത്രമായി. കോപത്തെ അടക്കാനാവാത്ത തന്റെ ബലഹീനതയോർത്ത് അദ്ദേഹം തുലോം ലജ്ജിച്ചു. സർവമാന ജീവജാലങ്ങളും 3 തലങ്ങളിൽപ്പെട്ടുള്ള ഭൗതിക പ്രകൃതിയാൽ തികച്ചും നിസ്സഹായരായി പ്രവർത്തിക്കുകയാണെന്ന സത്യം സാത്വികനായ അദ്ദേഹത്തിന് അറിയായ്കയല്ല. എന്നിട്ടും ആ വേടനോട് പ്രതികാരം ചെയ്തതോർത്ത് വാൽമീകി പശ്ചാത്താപ വിവശനായി. അതേസമയം തന്റെ നാവിൽ നിന്ന് പതിച്ച ശാപം ഏറ്റവും സുന്ദരമായ കവിതാരൂപത്തിലായിരുന്നു എന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ അത്ഭുത സ്തബ്ധനാക്കുകയും ചെയ്തു. നാരദനെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ വാൽമീകിയുടെ മനസ്സ് രാമകഥയിൽ തികച്ചും ആമഗ്നമായിരുന്നു. ആയതിനാൽ ആ ശാപം ഉൾക്കൊണ്ടത് രാമചരിതത്തിലെ ഏറ്റവും മുഖ്യമായ വൈകാരിക അംശത്തെയായിരുന്നു താനും. വാൽമീകി ഭരദ്വാജനോട് വിശദീകരിച്ചു. എന്റെ സന്താപം 8 മാത്രകളുള്ള ഒരു 4 വരി ശ്ലോകമായി മാറി. ശോകത്തിൽ നിന്ന് ഒരു നല്ല ശ്ലോകം രൂപം കൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഭൂതദയയിൽ നിന്നു മാത്രമേ ആത്മാർത്ഥതയുള്ള കാവ്യസൃഷ്ടി ജനിക്കുകയുള്ളൂ എന്നതിന്റെ ഉദാഹരണമാണിത്. തമസാ നദിയിൽ നീരാട്ട് കഴിഞ്ഞ് വാൽമീകി ആശ്രമത്തിലെത്തി. ഉടൻ തന്നെ ആസനസ്ഥനായി തന്റെ ശാപത്തെക്കുറിച്ചും അതേറ്റുവാങ്ങിയ വേടനെക്കുറിച്ചും ഗാഢമായി ചിന്തിക്കുവാൻ തുടങ്ങി. അപ്പോൾ ബ്രഹ്മദേവൻ സൗരമണ്ഡലത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന തന്റെ വാസഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് വാൽമീകിക്ക് ദൃഷ്ടീഭവിച്ചു. ആനന്ദത്തോടും അത്ഭുതത്തോടും ചാടി എഴുന്നേറ്റ് വിഷ്ണു ഭഗവാന്റെ ഉദരഭാഗത്ത് നിന്ന് പ്രത്യക്ഷപ്പെട്ടവനും ഈ പ്രപഞ്ചത്തിന്റെ 2ാം സൃഷ്ടാവുമായ ബ്രഹ്മദേവനെ അങ്ങേയറ്റം വിനയത്തോടുകൂടി സാഷ്ടാംഗ പ്രണാമം നൽകി സ്വീകരിച്ചു വാൽമീകി. വാൽമീകിയുടെ അകമഴിഞ്ഞ അതിഥി പൂജകൾ ഏറ്റുവാങ്ങിയ ശേഷം അന്യഹൃദയ വ്യാപാരങ്ങൾ അപഗ്രഥിക്കുവാൻ സിദ്ധിയുള്ള ബ്രഹ്മദേവൻ ഇപ്രകാരം അരുളിച്ചെയ്തു. അനുഗ്രഹീതനായ മഹർഷേ, കാട്ടാളനെ ശപിച്ചത് തെറ്റായിപ്പോയി എന്ന് കരുതി വൃഥാ വ്യസനിക്കരുത്. ഞാനൊരു രഹസ്യം അങ്ങയുമായി പങ്കുവയ്ക്കാം. താങ്കൾ ഉഗ്രകോപത്തിൽ ഉച്ചരിച്ച വാക്കുകൾ യഥാർത്ഥത്തിൽ അങ്ങയുടേതല്ല. അങ്ങയുടെ നാവിൽ ആ വാക്കുകൾ വെച്ച് തന്നത് ഈ ഞാനാണ്. എന്റെ സ്വന്തം വാക്കുകൾ. അങ്ങ് ഒരു ഉപകരണം മാത്രമായിരുന്നു. താങ്കളെ ഞാൻ അപ്രകാരം ഉപയോഗിച്ചത്
ഒരു മഹത് പ്രവൃത്തിക്ക് പ്രചോദനം നൽകുവാനായിട്ടാണ്. ശ്രീരാമചന്ദ്രന്റെ ജീവചരിത്രം രചിക്കുന്നതിനുള്ള സമയം അങ്ങയെ തേടി വന്നിരിക്കുന്നു. സർവലോകരുടെയും ഉയർച്ചയ്ക്ക് കാരണമായി തീരാവുന്ന ഒരു കൃതിയായിരിക്കും അത്. പ്രിയ വാൽമീകി, പരിഭ്രാന്തി ഉപേക്ഷിച്ചാലും എന്റെ ആശസ്സുകളുടെ ഫലമായി താങ്കൾക്ക് അജ്ഞാതമായിരുന്ന വസ്തുതകളെല്ലാം തന്നെ അങ്ങയുടെ ഹൃദയത്തിൽ സ്വയം വെളിപ്പെടും. എന്റെ അനുഗ്രഹത്താൽ അങ്ങ് രചിക്കുന്ന രാമായണം സമ്പൂർണവും കുറ്റമറ്റതുമായിരിക്കും. വാൽമീകിയെ അനുഗ്രഹിച്ച ശേഷം ബ്രഹ്മദേവൻ കാണികളുടെയെല്ലാം ഹൃദയങ്ങളെ അത്ഭുതാധീനമാക്കിക്കൊണ്ട് തന്റെ ദിവ്യമായ ഹംസരഥത്തിൽ കയറി അന്തർധാനം ചെയ്തു. അനന്തരം വാൽമീകി ധ്യാനനിമഗ്നനായി. ശ്രീരാമചന്ദ്രന്റെ ഭൂതകാല ജീവിതത്തെക്കുറിച്ച് സങ്കൽപ്പിക്കുവാൻ ആരംഭിച്ചു. ധ്യാനമണ്ഡലത്തിന്റെ ആഴങ്ങളിലെത്തിയ അദ്ദേഹത്തിന് ശ്രീരാമന്റെ ആ നിമിഷം വരെയുള്ള ജീവിതം അതേപടി വീക്ഷിക്കുവാൻ കഴിഞ്ഞു. വാൽമീകി 24,000 ശ്ലോകങ്ങളിൽ രാമായണം വിരചിച്ചു. ഇതിഹാസം പൂർണതയിലെത്തിയപ്പോൾ ഇത് പഠിപ്പിക്കുവാൻ യോഗ്യനായ ഒരു വിദ്യാർത്ഥിയെ കണ്ടെത്താനാകുമോ എന്നതായി അദ്ദേഹത്തിന്റെ സംശയം. കാരണം ആ വിദ്യാർത്ഥിയുടെ അത്യഗാധമായ ഓർമ്മശക്തിയിലൂടെ വേണം രാമായണം പിൽക്കാലത്ത് ഈ ലോകമൊട്ടാകെ പ്രചരിക്കേണ്ടത്. ഇപ്രകാരം ചിന്തിച്ചുകൊണ്ടിരുന്ന വാൽമീകിയുടെ മുന്നിലേക്ക് ഗുരുപാദ വന്ദനമെന്ന ദിനകൃത്യം പാലിക്കുവാനായി ലവകുശന്മാർ നടന്നുവന്നു. ഋഷികുമാരന്മാരുടെ വേഷം ധരിച്ച അവർ നാടുകടത്തപ്പെട്ട സീതയ്ക്ക് ശ്രീരാമചന്ദ്രനിൽ ഉണ്ടായ കുഞ്ഞുങ്ങളായിരുന്നു. ജനനം മുതൽ അവർ വാൽമീകിയുടെ സംരക്ഷണത്തിലുമായിരുന്നു. തന്റെ സംശയത്തിനുള്ള ഉത്തരം ലഭിച്ചിരിക്കുന്നുവെന്ന് ആ ഇരട്ട സഹോദരന്മാരെ സാകൂതം വീക്ഷിച്ചു നിന്ന വാൽമീകിക്ക് മനസ്സിലായി. തന്റെ മഹത്തായ ഇതിഹാസം ഉൾക്കൊള്ളുവാൻ സർവാത്മന പ്രാപ്തരായ വിദ്യാർത്ഥികൾ ഇവർ തന്നെയാണെന്ന്. അന്നു മുതൽ വാൽമീകി ലവകുശന്മാരെ ഏകാഗ്രതയോടെ രാമായണം പഠിപ്പിക്കുവാൻ തുടങ്ങി. കാണാപാഠമാക്കിയ രാമായണം ആ കുട്ടികൾ ആദ്യമായി ഒരു ബ്രാഹ്മണ സഭയിൽ അവതരിപ്പിച്ചു. ഭഗവാൻ ശ്രീരാമന്റെ കഥ ശ്രവിച്ച ബ്രാഹ്മണ ശ്രേഷ്ഠർ അതീന്ദ്രിയാഹ്ലാദത്തിൽ ആറാടിയെന്ന് മാത്രമല്ല, ലവകുശന്മാരെ മുക്തകണ്ഠം പ്രശംസിക്കുകയും നിരവധി സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. തുടർന്ന് ലവകുശന്മാർ ഭൂമി മുഴുവനും രാമായണ കഥ പാടി സഞ്ചരിക്കുവാൻ തുടങ്ങി. ആ പദയാത്രക്കിടയിൽ അവർ കോസലദേശത്തെ അയോധ്യാപുരിയിലും ചെന്നെത്തി. ഋഷികുമാര വേഷം ധരിച്ച ആ കുഞ്ഞുങ്ങൾ തെരുവിലൂടെ പാടി നടക്കുന്നത് ശ്രീരാമന്റെ ദൃഷ്ടിയിൽ പതിഞ്ഞു. അവർ പാടിയിരുന്നത് സ്വന്തം ഭൂതകാലത്തെ കഥകളെക്കുറിച്ചായതിനാലും പുരവാസികളാകമാനം അവരെ പ്രകീർത്തിച്ചതിനാലും രാമൻ അവരെ കൊട്ടാരത്തിലേക്ക് വരുത്തി സസന്തോഷം സ്വീകരിച്ചു. സാദരം അനുധാവനം ചെയ്ത് രാമൻ അവരെ രാജസഭയിലേക്ക് ആനയിച്ചു. ഏവരെയും ആ കുട്ടികളുടെ രാമായണ ആലാപനം കേൾപ്പിക്കുക എന്നതായിരുന്നു രാമന്റെ ഉദ്ദേശ്യം. വിദ്യാസമ്പന്നരായ ഋഷികുമാരന്മാരാകിലും അവരുടെ ശാരീരിക ലക്ഷണങ്ങൾ യോദ്ധാക്കൾക്കൊത്തതായിരുന്നു. ഇക്കാര്യം
രാമന്റെ ശ്രദ്ധയിൽപ്പെട്ടുവെങ്കിലും അവരുടെ യഥാർത്ഥ വിവരങ്ങളെക്കുറിച്ച് രാമന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ലവകുശന്മാർ അവരുടെ അത്ഭുതകരമായ രാമായണ കഥയുടെ ചുരുളഴിച്ചു. രാമനും സഹോദരങ്ങളും സർവവും മറന്ന് ആ സംഗീതധാരയിൽ മുഴുകിപ്പോയി. ഹരേ കൃഷ്ണ. ഇതാണ് കൃഷ്ണാവബോധത്തിന്റെ മാസ്മര ശക്തി. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും നാം നമ്മുടെ വിചാരധാരകളെ രാമായണത്തിലോ അതുപോലെയുള്ള മറ്റ് കൃതികളിലോ ലയിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭൗതിക ലോകത്തിന്റെ ദോഷഫലങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാമെന്ന് മാത്രമല്ല, ആത്മീയമായി ദൈവലോകത്തിൽ വസിക്കുവാനും കഴിയുമെന്ന് വിശ്വസിക്കുക. ലവകുശന്മാർ വർണ്ണിച്ച ആ കഥ ഇങ്ങനെയായിരുന്നു. യുഗാന്തരങ്ങളായി ഭൂമിയെ പരിപാലിച്ചിരുന്നത് വൈവസ്വത മനുവിന്റെ സീമന്തപുത്രനായ ഇക്ഷ്വാകുവിന്റെ പിന്തുടർച്ചക്കാരാണ്. കോസലദേശത്തിൽ സരയൂ നദിയുടെ സമീപത്തായി മനുവാണ് അയോധ്യയെന്ന തന്റെ തലസ്ഥാന നഗരം പണിതുയർത്തിയത്. പിൽക്കാലത്ത് ഇക്ഷ്വാകുവിന്റെ പിൻഗാമിയായ ദശരഥ മഹാരാജാവിന്റെ ഭരണ നൈപുണ്യത്തിൽ അയോധ്യ തികച്ചും ആശ്ചര്യജനകമായ അഭിവൃദ്ധി പ്രാപിച്ചു. ചിട്ടയോടെ നിർമ്മിച്ച വിശാലവും ദീർഘവുമായ രാജപാതകൾ വൃത്തിയാക്കിയിരുന്നത് ആനകൾ തുമ്പിക്കൈയിലൂടെ ചീറ്റിയ പരിമള മിശ്രിതമായ ജലത്താലായിരുന്നു. നഗരത്തിലേക്കുള്ള ഗോപുരങ്ങൾ വെണ്ണക്കല്ലിനാലും കവാടങ്ങൾ രത്നഖചിതങ്ങളായ സ്വർണം, വെള്ളി എന്നിവയാലും നിർമ്മിക്കപ്പെട്ടിരുന്നു. അതിശക്തമായ ദുർഗങ്ങളാലും ആയിരം യോദ്ധാക്കളാലും സംരക്ഷിക്കപ്പെട്ട അയോധ്യയിലൊട്ടാകെ 7 നില കൊട്ടാരങ്ങളുണ്ടായിരുന്നു. അവയാകട്ടെ താമര പൂത്തുലഞ്ഞ കുളങ്ങളാലും മനമോഹനങ്ങളായ ഉദ്യാനങ്ങളാലും വലയം ചെയ്യപ്പെട്ടിരുന്നു. അന്തരീക്ഷത്തിലാകമാനം വാദ്യമേളങ്ങളുടെ മർമ്മരധ്വനിയോടൊപ്പം മയിലുകൾ, തത്തകൾ ഇത്യാദികളുടെ ശബ്ദവും നിറഞ്ഞു നിന്നിരുന്നു. അനേകം ജലധാരകളിൽ നിന്ന് കവർന്നെടുത്ത ജലഗണങ്ങളുമായി മന്ദമാരുതൻ വേനൽ ചൂടിലും യാത്രികരെ സദാ കുളിരണിയിച്ചുകൊണ്ടിരുന്നു. ഈ വിധത്തിൽ അയോധ്യ ദേവലോക രാജാവായ ഇന്ദ്രന്റെ അമരാവതി എന്ന പോലെ പ്രശോഭിച്ചു. അയോധ്യയിലെ പാതകൾ എല്ലായ്പ്പോഴും യാത്രക്കാരാൽ നിറഞ്ഞിരുന്നു. നിരവധി രാജാക്കന്മാരും രാജകുമാരന്മാരും അയോധ്യ ചക്രവർത്തിയെ മുഖം കാണിക്കാൻ എത്തിയിരുന്നു. എല്ലാ വർഷവും കപ്പം കൊടുക്കാനും ആദരവറിയിക്കാനുമായി. ദശരഥ മഹാരാജാവിനെ മഹർഷി തുല്യനായ രാജർഷിയായിട്ടാണ് ജനം കണ്ടിരുന്നത്. സത്യസന്ധനായ അദ്ദേഹത്തെ പ്രജകൾ വളരെയധികം സ്നേഹിച്ചിരുന്നു. ആയിരം ശത്രുക്കളെ ഒറ്റയ്ക്ക് നേരിടുവാൻ കെൽപ്പുള്ള അതിരഥനായിരുന്നു ദശരഥൻ. അദ്ദേഹത്തിന്റെയും പ്രജകളുടെയും ഈശ്വരഭക്തിയാൽ വേദസംസ്കാരം അതിന്റെ അത്യുന്നത ശൈലിയിൽ പ്രാവർത്തികമായി ഇരുന്നു. എവിടെയും സമ്പൽ സമൃദ്ധിയുടെ കാഴ്ചകൾ. അതേസമയം പാപപങ്കിലമായ ജീവിതത്തിന്റെ സഹചാരികളായ ലൗകിക ദുരിതങ്ങൾ തീരെയും കാണാനുണ്ടായിരുന്നില്ല. അയോധ്യയിൽ സാമ്രാജ്യത്തിന്റെ സമാധാനം, സമ്പൽ സമൃദ്ധി എന്നിവ ലക്ഷ്യമാക്കി 4 വർണ്ണങ്ങളിലുള്ളവരും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ അങ്ങേയറ്റം സഹകരണ മനോഭാവത്തിലാണ് വർത്തിച്ചിരുന്നത്. ആരും ആരെയും വഞ്ചിച്ചിരുന്നില്ല. ആരും ലുബ്ധന്മാരായിരുന്നില്ല.
അഹങ്കാരം, ദൈവവിശ്വാസമില്ലായ്ക, കടുപ്പമേറിയ വാക്കുകൾ, പ്രവൃത്തികൾ ഇവയൊന്നും തന്നെ എവിടെയും കണ്ടിരുന്നില്ല. ഇവണ്ണം സമ്പത്തും ആഭിജാത്യവുമെല്ലാം ആർജിച്ചിരുന്നിട്ടും ദശരഥ മഹാരാജാവ് അസന്തുഷ്ടനായിരുന്നു. കാരണം സ്വന്തം വംശം നിലനിർത്തുവാൻ ഒരു സന്താനം അദ്ദേഹത്തിനില്ലായിരുന്നു. വളരെയധികം ആലോചനകൾക്ക് ശേഷം അദ്ദേഹം അശ്വമേധയാഗം നടത്തുവാനായിക്കൊണ്ട് തീരുമാനമെടുത്തു. അഭിലാഷ പൂർത്തീകരണത്തിനായി കുതിരയെ ബലി കഴിക്കുന്ന ഒരു യജ്ഞമായിരുന്നു അത്. ഈ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് തന്റെ കുടുംബ പുരോഹിതന്മാരെ കൂട്ടിക്കൊണ്ടുവരുവാൻ അദ്ദേഹം മന്ത്രിമുഖ്യനായ സുമന്ത്രനെ നിയോഗിച്ചു. വസിഷ്ഠനാലും വാമദേവനാലും നയിക്കപ്പെട്ട ബ്രാഹ്മണർ ഒത്തുകൂടിയ സഭയിൽ വെച്ച് ദശരഥൻ അവരോട് ഇപ്രകാരം ഉര ചെയ്തു. അല്ലയോ ദ്വിജശ്രേഷ്ഠരെ, ഇത്രയും കാലം നാം പുത്രഭാഗ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിച്ചു. പക്ഷേ നമ്മുടെ മോഹങ്ങളെല്ലാം വ്യർത്ഥമായി. അനന്തരാവകാശി ഇല്ലാത്ത നമുക്ക് സന്തോഷഭാവം അഭിനയിക്കുവാൻ പോലും സാധിക്കുന്നില്ല. നമ്മുടെ ദിനരാത്രങ്ങൾ ശോകപൂർണമായി മാറിയിരിക്കുന്നു. കുലങ്കുഷമായ ചിന്തകളുടെ ഫലമായി നമുക്ക് നിങ്ങളുടെയെല്ലാം അനുവാദത്തോടെ ഒരു അശ്വമേധയജ്ഞം നടത്തണമെന്ന തോന്നലുണ്ടായി. വേദശാസ്ത്ര പണ്ഡിതരായ നിങ്ങളേവരും നമ്മെ ശരിയായ പാതയിലേക്ക് നയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മഹാരാജാവിന്റെ ഇംഗിതത്തോട് യോജിച്ച് ഏകകണ്ഠേന ബ്രാഹ്മണർ സമ്മതം നൽകി. ഉടൻ തന്നെ ദശരഥൻ തന്റെ മന്ത്രിമാരെ ചുമതലകൾ ഏൽപ്പിച്ചു തുടങ്ങി. തത്സമയം മഹാരാജാവിനെ അല്പം മാറ്റി നിർത്തിയിട്ട് സനത്കുമാരൻ ഒരു സംഘം മഹർഷിമാരോട് നടത്തിയതും താൻ ശ്രവിക്കാനിടയായതുമായ ഒരു പ്രവചനത്തെക്കുറിച്ച് സുമന്ത്രൻ ഇപ്രകാരം അറിയിച്ചു. ഏറ്റവും പ്രിയപ്പെട്ട മഹാരാജൻ, ഈ വാക്കുകൾ അങ്ങയ്ക്ക് എത്രയും ആനന്ദകരമായിരിക്കും. കാരണം ഇവ പ്രവചിക്കുന്നത് അവിടുന്ന് സമീപഭാവിയിൽ 4 കീർത്തിമാന്മാരായ പുത്രന്മാരുടെ പിതാവാകുമെന്നാണ്. രോമപാത മഹാരാജാവിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം അതിഭീകരമായ ഒരു വരൾച്ചയ്ക്ക് അടിമപ്പെട്ടിരുന്നു. സർവ്വജീവജാലങ്ങളെയും ഭയചകിതരാക്കിയ ഒരു ദുരനുഭവമായിരുന്നു അത്. കാര്യങ്ങൾ അസഹനീയമായി തുടങ്ങിയപ്പോൾ മഹാരാജാവ് പണ്ഡിത ബ്രാഹ്മണരുടെ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി. എന്നിട്ട് അദ്ദേഹം അവരോട് ഇപ്രകാരം പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ ദുഷ്കർമ്മ ഫലമായാണ് ഈ കൊടും വേനൽ ഉണ്ടായിരിക്കുന്നതെന്ന വസ്തുത. അല്ലയോ ദ്വിജശ്രേഷ്ഠന്മാരെ, നിങ്ങൾക്ക് അളവറ്റ അറിവ് നേടിയവരല്ലേ. നാം എന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നാലും. ചെയ്ത ദുഷ്കർമ്മങ്ങൾ എന്തു തന്നെയാകിലും അവയുടെ ദുഷ്ഫലങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ നാം എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടതെന്ന് നിർദ്ദേശിച്ചാലും. മഹാബ്രാഹ്മണന്മാരുടെ മറുപടി ഇപ്രകാരമായിരുന്നു. പ്രിയ രാജൻ, കശ്യപ മഹർഷിയുടെ മകനും മാമുനിയുമായ വിഭാണ്ഡകൻ ഒരു വനത്തിനുള്ളിൽ താമസിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പുത്രൻ ഋഷ്യശൃംഗനെ ഈ നാട്ടിലേക്ക് വരുത്തി അങ്ങയുടെ മകൾ ശാന്തയെ വിവാഹം കഴിപ്പിക്കുകയാണെങ്കിൽ ഈ വരൾച്ച ഉടൻ തന്നെ അവസാനിക്കും. ശാന്ത സത്യത്തിൽ ദശരഥ മഹാരാജാവിന്റെ പുത്രിയായിരുന്നു. രോമപാതൻ അദ്ദേഹത്തിന്റെ സ്നേഹിതനും അനപത്യനായ സ്നേഹിതന്റെ അഭ്യർത്ഥനയ്ക്കു വഴങ്ങി സ്വന്തം മകളെ അദ്ദേഹത്തിന് ദത്തുപുത്രിയായി നൽകുകയായിരുന്നു. വരൾച്ചയ്ക്കൊരു പരിഹാരം കിട്ടുമെന്നറിഞ്ഞ രോമപാതൻ ആഹ്ലാദവാനായി. പക്ഷേ ഋഷ്യശൃംഗനെ കൂട്ടിക്കൊണ്ടുവരുന്ന ദൗത്യം ഏറ്റെടുക്കുവാൻ ബ്രാഹ്മണരാരും ഒരുക്കമായിരുന്നില്ല. ഇങ്ങനെയായിരുന്നു അവരുടെ വിശദീകരണം. ഋഷ്യശൃംഗനെ ആകർഷിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നാൽ
ഞങ്ങൾ വിഭാണ്ഡകന്റെ ശാപത്തിനിരയാകും. ഋഷ്യശൃംഗൻ തികച്ചും ഏകാന്തമായ സാഹചര്യങ്ങളിലാണ് വളരുന്നത്. തന്റെ പിതാവിനെയല്ലാതെ മറ്റൊരു മനുഷ്യനെ അവൻ ഇതേവരെ കണ്ടിട്ടില്ല. ലൗകിക ജീവിതത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് സ്വന്തം പുത്രനെ രക്ഷിക്കുവാൻ വിഭാണ്ഡകൻ സ്വീകരിച്ച മാർഗമിതാണ്. തിരുമനസേ, ഞങ്ങൾ ഏവരും താങ്കളുടെ അഭ്യുന്നതി ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഋഷ്യശൃംഗനെ താങ്കളുടെ സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്വീകരിക്കേണ്ട മാർഗവും ഞങ്ങൾ കാട്ടിത്തരുന്നുണ്ട്. സ്ത്രീവംശത്തിൽപ്പെട്ട ഒരാളെപ്പോലും കണ്ടിട്ടില്ലാത്ത അവൻ സ്ത്രീ സുഖമെന്തെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. ഏറ്റവും സുന്ദരികളായ ദേവദാസികളെ അവിടേക്ക് അയച്ച് അവനെ ആകർഷിച്ച് അടിമയാക്കണം. താങ്കളുടെ ലക്ഷ്യപ്രാപ്തിക്ക് ഇതിലും ലളിതമായ ഒരു പോംവഴി ഇല്ലെന്ന് തന്നെ ഞങ്ങൾ ഏവരും വിശ്വസിക്കുന്നു. ഈ നിർദ്ദേശം രാജാവിന് സ്വീകാര്യമായി തോന്നി. അതനുസരിച്ച് ഏറ്റവും പ്രായം കുറഞ്ഞവരും അതീവ സുന്ദരികളുമായ ദേവദാസികളെ കൊട്ടാരത്തിലേക്ക് വരുത്തി അവർക്ക് വൻ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യുകയും വേണ്ട രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ആ സൗന്ദര്യധാമങ്ങൾ എന്തു വില കൊടുത്തും ഋഷ്യശൃംഗനെ ഈ നാട്ടിലെത്തിക്കുമെന്ന് ദൃഢനിശ്ചയത്തോടെ വനത്തിലേക്ക് പുറപ്പെട്ടു. എന്നിട്ട് വിഭാണ്ഡകന്റെ ആശ്രമത്തിനരികലായി തങ്ങളുടെ കുടീരം പണിതുണ്ടാക്കി. ഒരു അനുകൂല സാഹചര്യത്തിനായി അവർ കാത്തിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വനത്തിൽ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞിരുന്ന ഋഷ്യശൃംഗൻ ഇവരുടെ കൂടാരങ്ങൾക്കരികിലെത്തപ്പെട്ടു. ആഹ്ലാദത്തോടുകൂടി പെൺകിടാങ്ങൾ ഋഷ്യശൃംഗനെ താണുവണങ്ങി എതിരേറ്റു. വിവരങ്ങൾ ആരാഞ്ഞ ആ സുന്ദരീമണികളോട് അവൻ ഇപ്രകാരം മൊഴിഞ്ഞു: ഞാൻ വിഭാണ്ഡകപുത്രനാണ്. എന്റെ അച്ഛന്റെ ആശ്രമത്തിൽ ഞാൻ സന്യാസവൃത്തി പരിശീലിക്കുകയാണ്. നിങ്ങൾ ഏവരും അതീവ ഭംഗിയുള്ളവരാണല്ലോ. എന്റെ ആശ്രമത്തിലേക്ക് ആഗതരായി എന്റെ അതിഥി പൂജകളേറ്റു വാങ്ങിയാലും. അങ്ങനെ ദേവദാസികൾ ഋഷ്യശൃംഗന്റെ ആശ്രമത്തിലെത്തി. അവിടെ വെച്ച് അവൻ അവർക്ക് അർഘ്യപാദ്യാദികളും വിവിധയിനം ഫലങ്ങൾ, വേരുകൾ എന്നിവയും നൽകി സൽക്കരിച്ചു. എന്നാൽ വിഭാണ്ഡക മുനി മടങ്ങിയെത്തിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഭയം കാരണം അവർ അധിക നേരം അവിടെ തങ്ങിയില്ല. യാത്രയാകുന്നതിനു മുമ്പ് പെൺകിടാങ്ങൾ അവനോട് പറഞ്ഞു: പ്രിയ സ്നേഹിത, ഞങ്ങൾ അതിഥികളെ സ്വീകരിക്കുന്ന രീതി അങ്ങയുടേതിൽ നിന്ന് തുലോം വ്യത്യസ്തമാണ്. ഇനി ഞങ്ങളുടെ രീതിയിലുള്ള സ്നേഹാദരങ്ങൾ അങ്ങ് സ്വീകരിച്ചാലും. അനന്തരം ഓരോ പെൺകുട്ടിയും ഋഷ്യശൃംഗനെ സ്നേഹപൂർവം ഗാഢാലിംഗനം ചെയ്യുകയും വളരെയേറെ മധുരതരങ്ങളായ പലഹാരങ്ങൾ നൽകുകയും ചെയ്തു. ഇത്രയും സ്വാദിഷ്ടങ്ങളായ പലഹാരങ്ങൾ നിഷ്കളങ്കനായ ആ ഋഷികുമാരൻ അതുവരെ ഭുജിച്ചിട്ടില്ലായിരുന്നു. മാത്രമല്ല, വനത്തിലെ ഫലമൂലാദികൾ മാത്രമേ അവൻ ആഹരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ താനും. അതിനാൽ അവന്റെ വിശ്വാസം ആ പലഹാരങ്ങൾ അവൻ അജ്ഞാതമായ ഏതോ വിശിഷ്ട ഫലങ്ങളാണെന്നായിരുന്നു. അതേപോലെ അച്ഛനെ മാത്രം കണ്ട് വളർന്ന അവൻ കരുതിയത് ആ പെൺകുട്ടികൾ അത്യാകർഷക സൗന്ദര്യമുള്ള പുരുഷന്മാരാണെന്നായിരുന്നു. പെൺകിടാങ്ങൾ കൺമറഞ്ഞതും മുനികുമാരന്റെ ഹൃദയം തികച്ചും അസ്വസ്ഥമായി. അതുവരെ ഉറങ്ങിക്കിടന്നിരുന്ന കാമതൃഷ്ണയുടെ വിത്തുകൾ മെല്ലെ മുളച്ചുപൊന്തി. അതീവ ഹൃദ്യമായി സംസാരിക്കുകയും
വികാര വായ്പോടെ ആലിംഗനം ചെയ്യുകയും ചെയ്ത അംഗലാവണ്യവതികളിൽ നിന്ന് സ്വന്തം മനസ്സിനെ അടർത്തിയെടുക്കാനാവാതെ അവൻ തപിച്ചു. നിദ്രാവിഹീനമായ ഒരു രാവ് കടത്തിവിട്ട് അടുത്ത പ്രഭാതത്തിൽ തന്നെ അച്ഛൻ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതനായ തക്കം നോക്കി അവൻ ദേവദാസികളുടെ കുടിലിലേക്ക് യാത്രയായി. പെൺകുട്ടികൾ ഋഷ്യശൃംഗനെ സാമോദം സ്വീകരിച്ചു. അനന്തരം അവർ പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, ഇത് ഞങ്ങളുടെ സ്വന്തം ഗൃഹമല്ല. ഒഴുകി നടക്കുന്നതും അതീവ ഗംഭീരവുമായ ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് അങ്ങ് വരികയാണെങ്കിൽ ഞങ്ങൾ അങ്ങയെ വേറൊരിടത്തേക്ക് ആനയിച്ച് ഇതിലേറെ ഭംഗിയായി സൽക്കരിക്കാം. ഞങ്ങളുടെ പക്കൽ അനവധി ഇനങ്ങളിലുള്ള ഫലങ്ങളും വേരുകളുമുണ്ട്. അതുമാത്രമല്ല, അതിരസകരമായ വിനോദങ്ങളിൽ ഏർപ്പെട്ട് ഓരോ നിമിഷവും നമുക്ക് ആസ്വദിക്കാം, സമയം കടന്നു പോകുന്നതറിയാതെ. അവർ സൃഷ്ടിച്ച മായാവലയത്തിൽ അകപ്പെട്ട് സർവവും മറന്ന് ഋഷികുമാരൻ യാതൊരു സങ്കോചവും കൂടാതെ ദേവദാസികളോടൊപ്പം നടന്നു. ഋഷ്യശൃംഗൻ ഗംഗാനദിയുടെ താഴ്വാരത്തിലെത്തിയപ്പോഴേക്കും ദേവേന്ദ്രൻ വർഷധാരയിലൂടെ സർവ്വജീവജാലങ്ങൾക്കും അളവറ്റ ആമോദം നൽകി. അങ്ങനെ അംഗരാജ്യത്തിലെ ദേവദാസികൾ ഋഷ്യശൃംഗനെ തലസ്ഥാന നഗരിയിലെത്തിച്ചു. ഇതറിഞ്ഞ ഉടൻ തന്നെ അവനെ സ്വീകരിക്കുവാൻ രോമപാത രാജാവ് തന്റെ കൊട്ടാരത്തിൽ നിന്നിറങ്ങി വന്നു. താണു വണങ്ങിയ ശേഷം ആ യുവ ഋഷിക്ക് ആചാര്യ മര്യാദകൾക്കൊത്ത എല്ലാ സൽക്കാരവും നൽകി. പിന്നീട് അവനെ കൊട്ടാരത്തിലേക്കും തുടർന്ന് അന്തഃപുരത്തിലേക്കും ആനയിച്ചു. അവിടെ വെച്ച് തന്റെ പുത്രിയായ ശാന്തയെ രോമപാതൻ ഋഷ്യശൃംഗന് പരിചയപ്പെടുത്തി കൊടുത്തു. ഋഷികുമാരൻ ശാന്തയിൽ അനുരക്തയായി എന്ന് മനസ്സിലായതും രോമപാതൻ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു. അങ്ങയെ ആകർഷിച്ച് ചതിയിൽപ്പെടുത്തി അങ്ങയുടെ ആശ്രമത്തിൽ നിന്ന് എന്റെ സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുവന്നതിന് അങ്ങും അങ്ങയുടെ പിതാവും നമ്മെ ശപിക്കുകയില്ലെന്ന് ഒരു വാക്ക് തന്നാലും. ഋഷ്യശൃംഗൻ ഉറപ്പു നൽകി. തുടർന്ന് യുവ ഋഷിയുടെയും ശാന്തയുടെയും വിവാഹം അത്യാഘോഷപൂർവം നടന്നു. രാജകീയ സൗഭാഗ്യങ്ങൾ സസന്തോഷം അനുഭവിച്ച് ആ യുവമിഥുനങ്ങൾ രാജകൊട്ടാരത്തിൽ തന്നെ അധിവസിച്ചു വന്നു. സുമന്ത്രനിൽ നിന്നും ശ്രവിച്ച ഈ കഥ ദശരഥനെ ഹർഷപൂരിതനാക്കി. താമസം വിന അദ്ദേഹം അംഗരാജ്യത്തിലേക്ക് അകമ്പടി സമേതം യാത്രയായി. തന്റെ സ്നേഹിതനെ എത്രയും സ്നേഹത്തോടെ സ്വീകരിച്ച രോമപാതൻ തദവസരത്തിൽ ഋഷ്യശൃംഗനോട് വെളിപ്പെടുത്തി ദശരഥനാണ് അവന്റെ യഥാർത്ഥ ശിശ്വരൻ എന്ന സത്യം. ഏതാണ്ട് ഒരാഴ്ചക്കാലം ദശരഥൻ രോമപാതന്റെ ആതിഥ്യം ആസ്വദിച്ച് അംഗരാജ്യത്തിൽ തങ്ങുകയുണ്ടായി. പിന്നീട് അദ്ദേഹം രോമപാതനോട് ഇപ്രകാരം പറഞ്ഞു: നമ്മുടെ വംശത്തിന്റെ കീർത്തി നിലനിർത്താൻ ഒരൊറ്റ പുത്രൻ പോലും ഇല്ലാതെ പോകുമോ എന്ന ഭീതി കാരണം നാം കുറച്ചു കാലമായി അന്തർമുഖനായി കഴിയുകയായിരുന്നു. നമുക്ക് വേണ്ടി ഒരു അശ്വമേധ യജ്ഞം നടത്തുവാൻ താങ്കൾ ഋഷ്യശൃംഗനെ നമ്മോടൊപ്പം അയോധ്യയിലേക്ക് അയക്കുക എന്നൊരഭ്യർത്ഥന നമുക്കുണ്ട്. സസന്തോഷം രോമപാതൻ ഈ അപേക്ഷ സ്വീകരിച്ചു. അങ്ങനെ ഋഷ്യശൃംഗൻ, ശാന്ത എന്നിവരോടൊപ്പം ദശരഥൻ അയോധ്യയിൽ മടങ്ങിയെത്തി. വസന്തകാലം ആഗതമായി. മഹാരാജാവ് വിനയപൂർവം ഋഷ്യശൃംഗനെ സമീപിച്ച് യജ്ഞത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുവാൻ അപേക്ഷിച്ചു. സരയൂ നദിയുടെ വടക്ക് ദിശയിലായി ഒരു സ്ഥാനം നിർണയിച്ച് യജ്ഞത്തിനു വേണ്ടുന്ന ഒരുക്കങ്ങൾ തുടങ്ങി. തനിക്ക് ജനിക്കാനിരിക്കുന്ന പുത്രന്മാരുടെ ശിശുരൻ ജനക മഹാരാജാവായിരിക്കുമെന്ന് മനസ്സിലാക്കിയിരുന്ന ദശരഥൻ ആദ്യത്തെ ക്ഷണപത്രം നൽകിയത് അദ്ദേഹത്തിനായിരുന്നു. അശ്വമേധയാഗ വിധിപ്രകാരം ഒരു കുതിരയെ സർവസ്വതന്ത്രമാക്കി വിടുന്നു.
രാജഭടന്മാരാൽ അനുധാവനം ചെയ്യപ്പെട്ട ഈ ആകാശം നടന്നെത്തുന്ന ദേശത്തിലുള്ള സാമന്ത രാജാക്കന്മാർ ദശരഥ രാജാവിനോട് തങ്ങൾക്കുള്ള വിധേയത്വം വെളിപ്പെടുത്തുന്നു. അതിന് സമ്മതമില്ലാത്തവർ യാഗാശ്വത്തെ ബന്ധിച്ച് യുദ്ധത്തിന് ഉരുമ്പെടുന്നു. യാഗാശ്വം ആരാലും കീഴ്പ്പെടുത്താനാകാതെ യാഗശാലയിലേക്ക് മടങ്ങിയെത്തിയാൽ യജ്ഞം വിജയകരമായി എന്നർത്ഥം. ഈ വ്യവസ്ഥയനുസരിച്ച് ഏതാണ്ട് 1 വർഷക്കാലം അലഞ്ഞുതിരിഞ്ഞ യാഗാശ്വം മടങ്ങിയെത്തിയതിനു ശേഷമാണ് യാഗം ആരംഭിച്ചത്. നഗരത്തിനു പുറത്ത് കൂടാരങ്ങളാലും കുടീരങ്ങളാലും നിറഞ്ഞ ഭാഗത്ത് അതിവിപുലമായൊരു ജനാവലിയുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ രാജാക്കന്മാരും റാണിമാരും രാജകുമാരന്മാരും കുമാരിമാരും ഉൾപ്പെട്ടിരുന്നു. അമൂല്യങ്ങളായ സമ്മാനങ്ങളുമായി ഭൂമിയുടെ സർവ്വകോണുകളിൽ നിന്നും ദശരഥ മഹാരാജാവിനെ മുഖം കാണിക്കുവാനെത്തിയവരായിരുന്നു അവർ. എല്ലാറ്റിനും മധ്യേയുള്ള യാഗശാലയിൽ യാഗാഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കെ ബ്രാഹ്മണർ അതിനെ വലയം ചെയ്ത് മന്ത്രാവലി ജപിച്ചുകൊണ്ടിരുന്നു. ബലിസ്തൂപത്തിൽ ബന്ധിച്ചിരുന്ന യാഗാശ്വത്തെ മഹാരാജാവിന്റെ പട്ടമഹിഷി കൗസല്യ പ്രദക്ഷിണം വെച്ചു. എന്നിട്ട് ശാസ്ത്രവിധിപ്രകാരം 3 വട്ടം വാൾ വീശി അശ്വത്തിന്റെ ശിരസ് വിച്ഛേദിച്ചു. ഋഷ്യശൃംഗൻ അശ്വഘൃതമെടുത്ത് യാഗാഗ്നിയിൽ ഹോമിച്ചു. ആ പുകച്ചുരുൾ ദശരഥനെ കൊണ്ട് ശ്വസിപ്പിച്ചു. ഇപ്രകാരം 3 ദിനം നീണ്ടുനിന്ന അശ്വമേധ യജ്ഞം പരിസമാപ്തിയിലെത്തി. മുൻ യുഗങ്ങളിൽ ഇത്തരം യജ്ഞങ്ങൾ സാധാരണമായിരുന്നു. മാത്രമല്ല ബലിമൃഗത്തിന് സ്വർഗലബ്ധി സുനിശ്ചിതമായിരുന്നു താനും. ഇത്തരമുള്ള ബലികർമ്മങ്ങളുടെ വിജയം അവിടെ പൂജാരിമാരായി എത്തിയ ബ്രാഹ്മണന്മാരുടെ കഴിവിനെ ആശ്രയിച്ചായിരുന്നു. അത്യുത്തമമായ മന്ത്രജപവും നിസ്തുല്യമായ ഭക്തിയും കൊണ്ട് ദേവകളെ പ്രത്യക്ഷപ്പെടുത്തി യജ്ഞഹവിസ് സ്വീകരിപ്പിക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നു. ഇന്നാകട്ടെ ആ വിധം യോഗ്യരായ ബ്രാഹ്മണ ജനങ്ങൾ തീരെയുമില്ല എന്ന് തന്നെ പറയാം. അതിനാലാണ് ഇത്തരം യജ്ഞങ്ങൾ ഇവിടെ നിരോധിക്കപ്പെട്ടിരുന്നത്. യാഗപരിസമാപ്തിയിൽ ദശരഥ മഹാരാജാവ് തന്റെ ഭൂമി മുഴുവനും 4 പുരോഹിത ശ്രേഷ്ഠന്മാർക്കായി ദാനം നൽകി. എന്നാൽ ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ അവർക്ക് നൽകിയ സമ്മാനം തിരികെ നൽകിയിട്ട് ഇപ്രകാരം അപേക്ഷിച്ചു: അല്ലയോ രാജാവേ, ഞങ്ങൾ വേദം പഠിക്കുന്നതിലും സന്യാസം ശീലിക്കുന്നതിലും മാത്രം ശ്രദ്ധ ചെലുത്തുന്നവരാണ്. സാമ്രാജ്യ പരിപാലനം ഞങ്ങളുടെ കർമ്മമല്ല. അതിനാൽ കൃപാപൂർവം ഞങ്ങൾക്ക് പ്രയോജനമുള്ള പശു, സ്വർണം ഇത്യാദി സമ്മാനങ്ങൾ നൽകിയാലും. ഇത്തരുണത്തിൽ ഋഷ്യശൃംഗൻ മഹാരാജാവിനെ സമീപിച്ച് ഒരു അഭിപ്രായം അറിയിച്ചു. പ്രിയ രാജൻ, അവിടുത്തേക്ക് തീർച്ചയായും 4 പുത്രന്മാർ ജനിക്കും. എങ്കിലും ആയതിലേക്ക് പുത്രകാമേഷ്ടി എന്ന വിശിഷ്ടയാഗം കൂടെ നടത്തുവാൻ ഞാൻ അങ്ങയെ ഉപദേശിക്കുന്നു. പൂർണ്ണ മനസ്സോടെ ദശരഥൻ പുത്രകാമേഷ്ടിയും നടത്തി. തത്സമയം ദേവന്മാരുടെ നായകൻ ബ്രഹ്മദേവനെ സമീപിച്ച് ഇപ്രകാരം ഉണർത്തിച്ചു: മഹാത്മൻ, അങ്ങയുടെ ആശീർവാദത്താൽ ബലവാനായിരിക്കുന്ന രാവണൻ ഏവരെയും ഇഷ്ടാനുസരണം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അടിയങ്ങൾക്ക് പോലും അവനെ അടക്കുവാൻ കഴിയുന്നില്ല. ആയതിനാൽ ഈയുള്ളവൻ അവിടുന്നോട് എപ്രകാരമെങ്കിലും രാവണനെ ഇല്ലായ്മ ചെയ്യുവാനുള്ളൊരു മാർഗം കണ്ടുപിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം ബ്രഹ്മാവ് ചിന്തയിലാണ്ടു. അനന്തരം പറഞ്ഞു: വരങ്ങൾ ആവശ്യപ്പെട്ട സമയം മനുഷ്യരാൽ കൊല്ലപ്പെടരുത് എന്ന് വരം ചോദിക്കുവാൻ രാവണൻ ആഗ്രഹിച്ചില്ല. തന്റെ മുന്നിൽ മനുഷ്യർ തുലോം ദുർബലരാകണമെന്ന അതിരുകവിഞ്ഞ ആത്മവിശ്വാസമായിരുന്നു
മനുഷ്യർ തുലോം ദുർബലരാണെന്ന അതിര് കവിഞ്ഞ ആത്മവിശ്വാസമായിരുന്നു അതിനു പിന്നിൽ. ഇക്കാര്യത്തെക്കുറിച്ച് ബ്രഹ്മാവ് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരിക്കവേ വിഷ്ണു ഭഗവാൻ തന്റെ ഗരുഡവാഹനത്തിൽ കോടി സൂര്യപ്രഭ ചൊരിഞ്ഞ് കുങ്കുമവർണ്ണ വസ്ത്രധാരിയായി 4 കരങ്ങളിലും ശംഖചക്ര ഗദാപത്മങ്ങൾ വഹിച്ച് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ദേവന്മാർ അദ്ദേഹത്തെ അത്യാദരപൂർവം തൊഴുതു വണങ്ങി ഇപ്രകാരം ഉണർത്തിച്ചു: പ്രപഞ്ചനാഥ, ദയാപൂർവം അടിയങ്ങളുടെ ആത്മരക്ഷയ്ക്കായി 4 അംശങ്ങളായി മാറി അവതരിച്ചാലും ദശരഥ മഹാരാജാവിന്റെ 4 പുത്രന്മാരായി ജന്മമെടുത്ത് രാവണ നിഗ്രഹത്തിനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചാലും. ഭഗവാൻ മറുപടി അരുളി: ഭയം വെടിയുക. ദശരഥ പുത്രന്മാരായി പിറവിയെടുത്ത് നിങ്ങളുടെ ശത്രുനാശം വരുത്തിയതിനു ശേഷം 11,000 വർഷങ്ങൾ നാം ഭൂമി പരിപാലനം നടത്തുന്നതായിരിക്കും. ദേവകളെ അത്ഭുത സ്തബ്ധരാക്കിക്കൊണ്ട് നൊടിയിടയിൽ ഭഗവാൻ അന്തർധാനവും ചെയ്തു. ഇതേ സമയം ദശരഥന്റെ യാഗാഗ്നിയിൽ നിന്നും ഒരു അസാധാരണ രൂപം പ്രത്യക്ഷപ്പെട്ടു. ഇരുണ്ട നിറം പൂണ്ട ഐശ്വര്യപൂർണമായ അംഗങ്ങളുള്ള ആ വ്യക്തി അതിബലവാനും വിശിഷ്ട ആഭരണ അലങ്കൃതനുമായിരുന്നു. അദ്ദേഹത്തിന്റെ കൈകളിൽ പായസം നിറഞ്ഞ ഒരു സ്വർണ കലശവും ഉണ്ടായിരുന്നു. ആ ദിവ്യരൂപം മഹാരാജാവിനോട് അരുളി ചെയ്തു: നാം വിഷ്ണു ഭഗവാന്റെ ദൂതനാകുന്നു. കൂപ്പ് കൈകളോടെ ദശരഥൻ മറുപടി പറഞ്ഞു: അല്ലയോ വിഷ്ണു ദൂത, അടിയൻ എന്ത് സേവനമാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് കൽപ്പിച്ചാലും. അന്നേരം വിഷ്ണുദൂതൻ പറഞ്ഞു: ഈ കലശത്തിലെ മധുര നിവേദ്യം 2 യാഗങ്ങളുടെയും ഫലസിദ്ധിയാണ്. ഇത് താങ്കളുടെ 3 ഭാര്യമാർക്കും വീതിച്ചു നൽകുക. അങ്ങയുടെ വംശകീർത്തി എന്നേക്കും നിലനിർത്തുവാൻ പ്രാപ്തരായ 4 ആൺകുട്ടികൾ ജനിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നാളെ നമുക്ക് അവതാരം മുതൽ കൊണ്ട് സീതാ സ്വയംവരം വരെ ശ്രീരാമചന്ദ്രമൂർത്തി നടത്തിയ ലീലകൾ ശ്രവിക്കാം. ഹരി ഓം തത്സത്.